ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ അറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പലർക്കും അറിയാം എൻ്റെ പെങ്ങൾ ഒരു 7.5-8 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പുതിയ കുഞ്ഞുവാവ് വരുവാണ് വീട്ടിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. അറിയാമല്ലോ, ന്യൂ ബോൺ ബേബി ആകുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് സാധനങ്ങൾ നേരത്തെ മേടിച്ച് കരുതി വെക്കണം. അപ്പം അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണിന്ന്. അപ്പോൾ ഞാൻ, അത്തി, ഉമ്മച്ചി, പെങ്ങളെ, അളിയനെ, കുഞ്ഞെ എല്ലാവരും കൂടെ പോവുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും പോരെ, നമുക്ക് ഇന്നത്തെ വ്ളോഗ് അടിപൊളിയാക്കാം. ഓക്കെ, അപ്പോൾ ബാ. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ. അപ്പം ഞങ്ങൾ ടൗണിൽ വരെ പോവുകയാണ്. അതുപോലെ ഷംല കുറച്ച് ദിവസമായിട്ട് റെസ്റ്റായിരുന്നു. ബെഡ് റെസ്റ്റ് എന്ന് വേണേൽ പറയാമായിരുന്നു. വീട്ടിന് വെളിയിലോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. ഇപ്പോൾ അല്പം ആശ്വാസമുണ്ട്. അപ്പം വീട്ടിൽ ഇരുന്ന കാര്യങ്ങൾ നടക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ മകൾക്കാണെങ്കിൽ 7 മാസം ഗർഭിണിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റണമെങ്കിൽ തീർച്ചയായിട്ടും അമ്മ തന്നെ വേണം. ഒരുപാട് കാര്യങ്ങൾ മേടിക്കാനുണ്ട്. എല്ലാം ഒന്ന് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യണം. പുതിയ അതിഥി വരികയല്ലേ. അപ്പം ആ അതിഥിയെ നമ്മൾ 2 കൈ ഇങ്ങിട്ട് സ്വീകരിക്കണ്ടേ. അപ്പം തള്ളമാർ വേണം പെമ്മക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ. ഒരു പക്ഷേ ഞാനോ എൻ്റെ മകനോ മരുമോനോ പോലെ ശരിയാകത്തില്ല. അമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ അല്ലേ എന്തൊക്കെയാണ് മേടിക്കേണ്ടത്. നുള്ളിപ്പറക്കി ഒക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത അമ്മയ്ക്കുള്ളതാണ്. പിന്നെ അപ്പന്മാർന്ന് പറയുന്നത് ഇങ്ങനെ പുറയിൽ നിന്ന് ശരി മേടിച്ചു എന്തൊക്കെ പറയാനേ പറ്റുള്ളൂ. എന്തൊക്കെയാണെന്നുള്ളത് ഷംലാക്കേ അറിയത്തുള്ളൂ. ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ പുറത്തൊക്കെ പോകാം, ബെൽറ്റ് കെട്ടിക്കൊണ്ട് വേദനയൊന്നും എടുക്കാതെ പയ്യെ നടന്നൊക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൾക്ക് അല്ല എൻ്റെ കുഞ്ഞുമാവിക്കൊക്കെ ആവശ്യമുള്ള സാധനം മേടിക്കാൻ ഞങ്ങൾ നേരെ ടൗണിലോട്ട് പറക്കാൻ പോവാം. കൂടെ വരുന്നെങ്കിൽ വാ. എന്തൊക്കെയാണ് ഇവർ മേടിക്കുന്നതെന്ന് അറിയാം. നമ്മൾ പുറയിലേ നിൽക്കുന്നുള്ളൂ. അവർ മേടിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇതെടുത്തത് മാത്രം നിൽക്കണം. അപ്പോൾ എന്നൊക്കെയാണ് ചെറിയ ബഡ്ജറ്റിൽ ഒതുക്കണം. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഒത്തിരി ഒന്നും മേടിക്കുന്നില്ല, വളരെ കുറച്ച് സാധനം അത്യാവശ്യം മാത്രം മേടിക്കാനാണ്. അപ്പോൾ ഓൾ ഫാമിലിയായിട്ട് പോവുകയാണ്. ഇതൊക്കെ ഇറങ്ങി കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളെ ടൗണിൽ കടയിൽ വന്നു. കുട്ടികളുടെ ഐറ്റങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. അപ്പം ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഷംല വന്ന പാടെ ഇവിടെ ഇരുന്നു. അപ്പോൾ നമുക്ക് കുട്ടിക്ക് ഭാവയ്ക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാം. എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞ് നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഉടുപ്പുകളൊക്കെ ആണല്ലോ. മോനെ ഇത്ര മതിയല്ലേ? ഈ ഒരു ഇത്രയല്ലേ ഉള്ളൂ. വന്നേ ഇവൻ്റെ കുഞ്ഞുമായിട്ടുള്ളത് ഏതാ എടുക്കേണ്ടത്? ഇപ്പം ഷംല വന്ന് സെലക്ട് ചെയ്യാനായിട്ടാണ്. പക്ഷേ ഷംല അവിടെ അങ്ങ് ഇരിക്കുക എന്ത് സെലക്ട് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ. കുറേ കുഞ്ഞു ഭാവയ്ക്കുള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇവിടെ. എല്ലാ ആൾക്കാരും ഇതേപോലത്തെ ഉടുപ്പാണ് ആദ്യത്തെ. ഇപ്പോഴല്ലേ ഓരോരുത്തർ ഫാഷനൊക്കെ ആണ്. ഇതേതാണ് മനുഷ്യനങ്ങോട്ട് വളർന്ന് വലിയ ഫാഷനൊക്കെ ആണ്. ഇതെല്ലാം കൊച്ചു കുട്ടികൾക്കുള്ള, പെൺകുട്ടികൾക്കുള്ള. മോൻ ഇഷ്ടപ്പെട്ടോ? നോക്കട്ടെ. ഇത് വേണ്ട, ഇതിലൂടെ വലിപ്പം അതൊക്കെ വലുതായി പോയില്ലേ. ബേബിയുടെ ഒക്കെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഇതേപോലുള്ള നല്ല ലോഷനൊക്കെ, നല്ല ക്വാളിറ്റിയുള്ള ലോഷനൊക്കെ മേടിച്ച് വേണം ഡ്രസ്സൊക്കെ മുക്ക് വൃത്തിയാക്കി എടുക്കാൻ. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഒന്നും പ്രമോഷനൊന്നും അല്ല കേട്ടോ. കാരണം ഞങ്ങളുടെ കുഞ്ഞിന് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കാനായിട്ട്, അതുപോലെ തന്നെ ഒരു എൻജോയ് ചെയ്യാനായിട്ട്. അത് ഷംലയൊക്കെ ഒത്തിരി ആളായില്ലേ വെട്ടവും വെളിച്ചമൊക്കെ കണ്ടിട്ട് ടൗണൊക്കെ ഒന്ന് കണ്ടിട്ട് അതുകൊണ്ടൊന്നും ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിന് ആവശ്യമുള്ള സാധനങ്ങളും മേടിക്കാം ആ കൂട്ടത്തിൽ. ഇത് വേണം. ഇതാർക്കാ മേടിച്ചത്? ആരുടെ കുഞ്ഞുമാവേ? നിൻ്റെ കുഞ്ഞുമാവയാണ്. എന്നിട്ട് ഓടുവാണ് കുഞ്ഞുമാവയ്ക്കുള്ള എടുക്കാനുള്ളതിന്. അപ്പം കുട്ടികളുടെ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് എന്തൊക്കെ വാരി കൂട്ടുന്നുണ്ട്. ഏതായാലും ഇഷ്ടമുള്ളത് എടുക്കട്ടെ. കാര്യം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ആണുങ്ങൾ വന്നൊന്നും ശരിയാക്കില്ല. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ അമ്മമാരും അതുപോലെ പെൺപിള്ളേരും ഒക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് അവരുടെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് കുറേ എടുത്തിട്ടു. അതിൻ്റെ അകത്ത് ഇതാക്കി ചിലപ്പം 2-3 എണ്ണമൊക്കെ എടുക്കുന്നത്. നാണം വരും. ഇതേണ്ടത്
ഒരു പപ്പടത്തിൻ്റെ അത്ര ഉള്ളു സാധനം ഡൈപ്പർ. ക്ലോത്ത് ഡയപ്പർ ക്ലോത്ത് ഡൈപ്പർ ഇതൊക്കെ എന്തോ ആണ്. ഇതോ വെച്ചിട്ടേ ഇതാണോ? ഇതും അത് തന്നെയാണോ? ആണോ? ഇത് എന്തെല്ലാം സാധനങ്ങളല്ലേ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഡയപ്പർ. കുഞ്ഞുവാവയ്ക്ക് സാധനം എടുക്കാൻ വന്ന, പക്ഷേ പുള്ളിയുടെ സ്വഭാവം മാറി കണ്ടോ. പുള്ളിക്ക് ആവശ്യമുള്ള എടുത്തു, കുഞ്ഞുവാവയ്ക്ക് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ അതൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ കാര്യം മാത്രം അല്ലേ. ആ കണ്ടോ, ഇത് സംഭവം എന്താ പറയുക കണ്ടോ, 2-in-1 ഫില്ലോ. അതായത് കുട്ടിയെ സേഫ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പം നീ കൊണ്ടുപോവാ ഇങ്ങനെ എടുക്കാം. അത് നമ്മൾ കൈ മാറേണ്ട കാര്യമില്ല. കാര്യം എന്താ വെച്ചാൽ സാധാരണ നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കൊടുക്കും. ഇതാകുമ്പോഴത്തേക്കും ഇത് തന്നെ കുഞ്ഞിനെ കിടത്തിട്ട് ഇങ്ങനെ കൊടുക്കും. എന്തെല്ലാം സാധനങ്ങളാണ്. ഇത് കൊള്ളാമല്ലോ. കാല് വെച്ച് കയറ്റി വെച്ച് കാല്. ആ ഇത് കൊള്ളാം അല്ലേ. വിളിച്ച് ഹായ്, ഇത് കൊള്ളാമല്ലേ. കുഞ്ഞുമണി വരാനായിട്ട് ഞങ്ങളെല്ലാം കാത്ത് വെയിറ്റ് ചെയ്തിരിക്കും. അതിനുള്ള ഇപ്പോഴേ മേടിക്കും. കണ്ടോ ഇത്ര സാധനങ്ങൾ ഞാനത് കുറച്ചുകൂടെ എടുത്തോണ്ടിരിക്കുന്നു. അല്ലേ എല്ലാം തിരഞ്ഞെടുത്തല്ലോ. നല്ല എത്ര കാലത്തേക്കുണ്ട്? 2 മാസം അല്ല 1 മാസം. അത്രേ ഉള്ളൂ. 1 മാസത്തേക്കുള്ള കാണത്തുള്ളൂ അല്ലേ. ആ ഇത് നമുക്ക് അറിയാമല്ലേ, ബെഡിലൊക്കെ കുഞ്ഞുങ്ങൾ കിടക്കുമ്പോഴേ ടൂറിനൊക്കെ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ആ ബെഡിൽ അഴുക്കാകാതിരിക്കാനുള്ള സംവിധാനമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. പുതിയ പുതിയ ഐറ്റങ്ങൾ ഞാനും ഇതൊക്കെ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇത് വൈബ്സ് ആണ്, എല്ലാവർക്കും അറിയാമല്ലോ. അത്യാവശ്യമുള്ളൊരു സാധനമാണ് നമുക്ക്. നല്ല മണം അല്ലേ അമ്മച്ചി? അതുകൊണ്ട് ഇത് ഞാൻ 2 എടുക്കുന്നതേ. പക്ഷേ കുഞ്ഞിൻ്റെ ദേഹമൊക്കെ നമുക്ക് തുടയ്ക്കാനും ഇത് എടുക്കുന്നില്ല, അത് മതി. ആ നല്ല മണമാണ്. കുട്ടികൾക്ക് എടുക്കാൻ പോയാലും കൊള്ളാം, വലിയവർക്ക് എടുക്കാനും പോയാലും ജൗളിക്കട എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, എടുത്താലും അല്ലെങ്കിൽ സെലക്ട് ചെയ്താലും ഒന്നും തീരത്തില്ല. പിന്നെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരും. ഇത് കുട്ടികളുടെ സാധനങ്ങളാണ്. വേണ്ട ടോയ്സ് വല്ലതും വേണ്ട, പാവയോ. ഇത് നിനക്ക് പറ്റിയ സാധനങ്ങളൊന്നും ഇല്ല. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള സാധനങ്ങൾ. വേണ്ട ഒരു ബൈക്ക് വേണേ ഇരിപ്പുണ്ട്, വേണോ? അല്ല എന്നെ മോക്ക് പിന്നെ എല്ലാം അറിയാം കേട്ടോ. എന്നെക്കാട്ട് എനിക്കാണ് ഒരു നൈറ്റ് എടുത്ത് തരുന്നത് മോളാണ് എടുത്ത് തരുന്നത്. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ആയോ? ആയോ വേളെ? ആ ഒന്നും ആയില്ല. ആ ഞാൻ വിചാരിച്ചു എടുത്ത് കഴിഞ്ഞ ഒന്നും ആയില്ലെന്ന്. അപ്പം കുറേയേറെ ഡ്രസ്സുകളൊക്കെ എടുത്തു. ഞാൻ വിചാരിച്ച് കഴിഞ്ഞതായിരിക്കും. അടുത്ത അതേ കൊണ്ടിരുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വന്ന് മേടിക്കുന്നത്. ഇത്ര ഐറ്റംസ് ഒക്കെ മേടിച്ച് വെക്കണ്ടേ? അത് തന്നെയല്ല ഇച്ചിരി ഇപ്പൊ കൊച്ചിന് 8 മാസം എടുക്കാറായി. ഇപ്പൊ എപ്പോ എല്ലാം ഒന്ന് കരുതി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തോ അങ്ങ് പോകാതെ. ഞാൻ ഇങ്ങനെ ഗൾഫിൽ പോകുന്ന പോലെ പോകാം. ടാറ്റാ ഇങ്ങനെ പിടിച്ചോണ്ടങ്ങ് പോവാം. വെളിയിലൊന്നും പോകണ്ട, അങ്ങനെ കൂടെ മാത്രം നിന്നേച്ചാ. ശരി. അതെ, ഇപ്പം വേറെ ഉണ്ട്. ഇപ്പം ഭാര്യയ്ക്ക് ഭർത്താവ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഭർത്താവല്ലേ ഭാര്യയ്ക്ക് നിൽക്കുന്നത്. അതുപോലെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഭർത്താവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും ഭാര്യ നിൽക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് വേണം. കാരണം നമുക്ക് ഇണയായിട്ടോ തുളയായിട്ടോ എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ വേണം. മരിക്കുന്ന കാലം വരെയും അടുത്തുണ്ടാവണം. അങ്ങനെ വേണം ഭാര്യ. ഇത് നല്ല രസമുണ്ട്. ഇത് കണ്ടോ, നമുക്കിതെടുക്കാം. അത് സിബൊക്കെ തുടങ്ങും പെട്ടെന്ന് കുഞ്ഞ് ഉണരാതിരിക്കാൻ വേണ്ടി. ഇതാകുമ്പോൾ എളുപ്പം ഇങ്ങനെ ഇടാം. അപ്പൊ ഇത് തന്നെ പറ്റത്തില്ലായിരുന്നു. ഒരു ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പൊ ഇതെടുക്കാം. അപ്പോൾ നമ്മൾ കുറേയേറെ തുണി എടുത്തിട്ടുണ്ട് കുഞ്ഞുവാവയ്ക്കുള്ള. ഇനി എന്താ എടുക്കാനുള്ളത്? ഇനി കുറച്ച് ക്രീം, സോപ്പ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ. ക്രീമോ? ആ കുഞ്ഞിന് നമ്മുടെ സാധനം ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെന്തുവാ, നെയിൽ കട്ടർ. പണ്ട് പാളയിലായിരുന്നു. നമ്മളെ പിള്ളേരെ നമ്മളെങ്ങനെ കുളിപ്പിക്കും? ഞാൻ പാളയില്ലേ പാക്കണ്ടെന്ന് ആ പാള കൊണ്ടുവന്ന് ആ പാളയെ വെച്ച് ഞാൻ കവുങ്ങിൻ്റെ പാളയിൽ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട് എൻ്റെ 2 മക്കളെ. അതാ ചോദിച്ചത് പാളയിലാണോ എന്ന്. ഏതായാലും ആ കാലമൊക്കെ പോയി അല്ലേ.
ചിലപ്പം വരുമ്പത്തേനും നഖം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ വെട്ടിക്കളയാം അല്ലേ ഇട്ട് കൈയൊക്കെ. ഇതാരാ മുടക്കുന്നതെന്ന് പറഞ്ഞു മനസ്സിലായോ? ഈ പണ്ടെങ്ങനെ പണ്ട് എൻ്റെ ഏ സിറോനെ ആരാ മാമാടെ മാമ, മാമ ഇതിന്റെ മാമേ എൻ്റെ മാമ അല്ല കുഞ്ഞിൻ്റെ മാമയാ. ആരാ മോനെ അറിയത്തില്ല. നിന്റെ മാമ ആരാ കണ്ടോ ഈ ഫണ്ട് ആരാ മുടക്കുന്നത് ദേ നിൽക്കുന്നു ക്യാമറാമാൻ. ആണോ അതെ ഫിറാസ് ആണോ? ആ അപ്പൊ ഫിറാസ് ആണോ ഇതിന്റെ സ്പോൺസർ? ഫിറോയാ പെങ്ങൾക്ക് വേണ്ടി കുഞ്ഞിനും വേണ്ടി ഈ കുഞ്ഞിന്റെ ആവശ്യം മൊത്തം ചെയ്യുന്നത് എൻ്റെ ഫിറോയാ. ഫിറോ പറഞ്ഞ അപ്പോൾ സ്വന്തം ആങ്ങളെ തന്നെയാണ് അതെ. ഈ സാധനം എല്ലാം സ്പോൺസർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ആങ്ങളയുടെ താങ്ക്സ് പറ. താങ്ക് യു. ഇത് ലോഷന്, സോപ്പ്, പിന്നെ ദേ ഇത് കണ്ടോ കണ്ണെഴുതുന്ന സാധനം. ഇത് ഹെർബൽ ആയതുകൊണ്ട് കണ്ടപ്പോൾ അങ്ങ് മേടിച്ചതേ ഉള്ളൂ. ചിലപ്പോൾ എഴുതും ചിലപ്പോൾ എഴുതൂല. ദേ നെയിൽ കട്ടർ. ബാഗ് കണ്ടോ, നമുക്ക് അത്യാവശ്യം സാല കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ ഇടുന്നേ. ഇപ്പൊ വേണ്ട, നമുക്ക് ഇതൊന്നും കുഞ്ഞൊക്കെ വന്നിട്ട് നമുക്ക് മേടിക്കാം. 5 വയസ്സായതേ ഉള്ളത്. ഇപ്പോഴേ ഡോക്ടർ പഠിക്കാൻ പോകും. എന്നാ ഏകദേശം ഒരു 2-3 മണിക്കൂറെങ്കിലും ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരും സാധനമൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുക. ഓരോരുത്തരും അവിടെ ഇവിടെയൊക്കെ കടക്കാത്ത ഈ തുണിയൊക്കെ എടുക്കുന്ന കടക്കാത്ത കുത്തിപ്പിടിച്ചിരിക്കുന്ന എല്ലാവരും ക്ഷീണിച്ചു. എന്നാ മോൻ ക്ഷീണിച്ചു പോയോ? ശബ്ദ അവിടെ ഇരിക്കുന്നു, ബാക്കിയെല്ലാവരും വിടിപ്പിക്കുക. കട അടച്ച ആളുകൾ. അത്യാവശ്യം നമ്മൾ കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം വിലയും റേറ്റും ഒക്കെ ഒന്ന് എടുക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് അതിഥിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോൾ ഇതൊന്നും പോരാന്ന് നമുക്കറിയാം. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിക്കണം. അപ്പോൾ ഈ കടയിലെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള മാത്രമേ ഉള്ളൂ, കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള ഐറ്റങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി വേറെ കടയിലോട്ട് പോകണം. ബക്കറ്റും എനിക്കുള്ളതൊന്നും നമ്മൾ മേടിച്ചില്ല. കുഞ്ഞിന് മാത്രമുള്ളത് മാത്രം നമ്മൾ ഇവിടുന്ന് എടുത്തു അല്ലേ. ഇനി എങ്ങോട്ടാന്ന് അറിയത്തില്ല, അത്തി പറയുന്ന പോലെ. അത്യാവശ്യം അത് വേണം, അത് വേറെ കടയിലാണ്. അത്യാവശ്യം മറ്റേ ബക്കറ്റോ അല്ലേ, ബാസ്ക്കറ്റോ അതൊക്കെ വേണം. തുണിയൊക്കെ അടുക്കി വെക്കാനുള്ളതൊക്കെ വേറെ പിന്നെ കൊച്ചിനുടുപ്പ് അല്ലേ. എനിക്കുള്ള നൈറ്റികളോ എല്ലാം മേടിക്കാനായിട്ടിരിക്കും. പിന്നെ നമ്മൾ വേറൊരു കടയിലോട്ട് പോകാം. ആ കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളോട്ട് മേടിക്കണം. അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ അതിനു മുമ്പ് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞത് മസാല ദോശയുടെ ആളാട്ടോ. ഇനി മസാല ദോശ കഴിച്ചിട്ട് പോയാൽ മതി. കാപ്പിയല്ല, എനിക്കിപ്പോൾ ചായ കുടിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പം ഏതായാലും ചീര തന്നെ ഇപ്പോൾ വാഴയും കൂടെ നനഞ്ഞോട്ട് ഒരു പരിപാടിയില്ല. ഞാനൊരു ചായ കുടിക്കാൻ പോകല്ലേ, എനിക്ക് മസാല ദോശ വേണം. എന്നാൽ ശരി, മസാല ദോശ കഴിക്കാനായിട്ട് പോവാം. ഈ സമയത്തൊക്കെ ഭയങ്കര ആഗ്രഹം മസാല. ഈ സമയത്തല്ല, എപ്പോഴും മസാല ദോശയ്ക്ക് ഭയങ്കര ആഗ്രഹം. ഈ സമയത്തല്ല, ഇന്നലെ കഴിച്ചല്ലേ. ഇന്നലെ ഞാൻ മേടിച്ചോട്ട് വന്നില്ലേ. പേര് കള്ളിയാ മസാല ദോശ ഇന്നലെ മേടിച്ചിട്ട് കൊടുത്താ. ഇപ്പം പറയാം. തൽക്കാലം നമ്മൾ ഈ സാധനമൊക്കെ ഈ കടയിൽ തന്നെ വെക്കുകയാണ്. വണ്ടി എടുത്തോണ്ട് വന്നിട്ട് വേണം ഇതെല്ലാം കയറ്റിക്കൊണ്ട് പോകാൻ. ഞാൻ 2 ഉഴുന്നോള മേടിച്ചു. കമലായ്ക്ക് പൂരി, ചൂട് പൂരി. മസാല ദോശ ഉണ്ട്. തീർന്നോ? എന്നാ അടുത്ത് ഒരെണ്ണം കൂടെ പറ. അപ്പം മസാല ദോശ ഒക്കെ കഴിച്ചു, മതിയായോ? ഇനി പോകാമല്ലോ. ഇനി അടുത്ത കടയിലോട്ട് പോകാമല്ലോ. ഇഷ്ടപ്പെട്ടോ മസാല ദോശയൊക്കെ? ഇപ്പം ക്ഷീണം മാറിയോ? ഇപ്പം ക്ഷീണം മാറി. ഇനി അടുത്ത ഷോപ്പിലോട്ട് പോകും. ചണ്ടാടെ വായിക എന്നാടി എന്തോ സംഭവം. ലാഭമേള, 200 രൂപയുടെ ലാഭമേള. ഒന്ന് കയറി നോക്കിയാലോ? എന്നാ ബാ. ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു സമയമല്ലേ അല്ലേ? ഇപ്പോൾ പന്ത് കളിയുടെ സമയമാണ് അല്ലേ? മെസ്സിയുടെ ആളാണ് ഇത്. ആണോ? മെസ്സിയുടെ ആളാണോ? ആണോ? ഏത്? ഇത് മൊത്തം ഇന്ന് ഇവിടെ തീർക്കും. എന്തോ സംഭവത്തിനകത്തോട്ട് കയറിയ പോലെ കണ്ടില്ലേ? കണ്ട എല്ലാം അവിടെ തൊട്ട് തുടങ്ങിയതാണ്. ഏതാ വേണ്ടേ? ഇപ്പം കണ്ട ഇത് മൊത്തം എടുത്ത് തീർക്കും.
നൈറ്റികളുടെ ബഹളം കണ്ടില്ല, അങ്ങ് അറ്റം പേര് 2-3 ലെയറായിട്ട് കിടക്കുക നൈറ്റി. വലിയ വിലയൊന്നുമില്ല കേട്ടോ, ലാഭമേള എന്നല്ല പറഞ്ഞത്, 200 രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയത്തില്ല, ഏതായാലും കണ്ടപ്പോഴത്തേക്കും രസമുണ്ട്, ഇഷ്ടംപോലെ ഐറ്റങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം ബാഗ് വേണോ അവന്? ഇത് നമ്മുടെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, അങ്ങക്ക് ആവശ്യമുള്ള കുറച്ച് സാധനം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ശമ്പള ഒരു ബാഗൊക്കെ മേടിച്ചു. ഇതെന്താ ഈ ബാഗ്? അത് മതി, ഇത് വന്ന് ഇത് പൊട്ടി. ഇത് എല്ലാം രണ്ടും ഒരുപോലൊക്കെ തന്നെ. എനിക്ക് മെറൂണോടാ കൂടുതൽ. എന്നാ ഇത് ഈ തുളച്ചു ഇതാ പ്ലാസ്റ്റിക് ഉണ്ട് ഇഷ്ടം പോലെ, എല്ലാ സൈസ് പ്ലാസ്റ്റിക് ബക്കറ്റും പിന്നെ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ. ഒരു 2 ബക്കറ്റ് എടുത്ത് എന്തിനാണെന്നറിയോ, വല്ല തുണി കഴുകിടാനോ പിഴിയാനോ അതിനൊക്കെ എടുത്ത്. വലിയ വിലയൊന്നും ഇല്ലല്ലോ, പോകുമ്പോൾ പോട്ടെ. ആയുധം വെച്ചുള്ള കളിയാണ്. നമ്മൾ കുറേയേറെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഷംലാക്ക് കണ്ടതെല്ലാം ഇതിൻ്റെ അകത്ത് മേടിച്ചിട്ടുണ്ട്. കുറച്ച് ഞാനും മേടിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സാധനവും അനാവശ്യത്തിനുള്ള സാധനവും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും ഒരുപാട് സമയമായി, ശരിക്കും പറഞ്ഞ ഒരു 5-6 മണിക്കൂറായി ഇവിടെ കിടന്ന് കറങ്ങുന്നു. കുറേയേറെ സാധനവും മേടിച്ചു, കുഞ്ഞിനും മേടിക്കാൻ വേണ്ടി വന്നാൽ. ഏതായാലും കുറേയേറെ സാധനം വീട്ടിലേക്കും ഒക്കെ മേടിച്ചു. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം എല്ലാവർക്കും താങ്ക്സ്.